കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി യൂത്തിന്റെ ഇടയിൽ ട്രെൻഡിങ് ആയ വാക്കാണ് എസ്തെറ്റിക്. സൗന്ദര്യാത്മകം എന്ന അർത്ഥം വരുന്ന ഈ വാക്ക് ആവശ്യത്തിലും അനാവശ്യത്തിലുമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ വാക്കിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്തൊരു കമ്പനിയുണ്ട്, എസ്തെറ്റിക് കുഞ്ഞമ്മ. ഫിലോമിനയുടെ കടുത്ത ആരാധകനായ ഒരു 20കാരന്റെ തലയിൽ ഉദിച്ച കുഞ്ഞു വെളിച്ചം ഇന്ന് ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഹിറ്റ് ഫിലിം പോസ്റ്റർ മേക്കിംഗ് കമ്പനിയാണ്. സിനിമ സ്വപ്നം കാണുന്ന അരുൺ അജികുമാർ എന്ന ജെൻസി പയ്യന് തോന്നിയ കൗതുകമാണ് എസ്തെറ്റിക് കുഞ്ഞമ്മയായി മാറുന്നത്. അരുണിലെ സിനിമാ മോഹി വർണ്ണങ്ങളിലൂടെയും വരകളിലൂടെയും ഒരുക്കിയ ഡിസൈനുകൾ എസ്തെറ്റിക് കുഞ്ഞമ്മയിലേക്കും അവിടുന്ന് അഭിനയത്തിലേക്കും അയാളെ നയിച്ചു. തിയേറ്ററിലും ഇപ്പോൾ OTTയിലും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പടക്കളം എന്ന സിനിമയിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അരുൺ അജികുമാറാണ്. നകുലായി പടക്കളത്തിലെത്തിയ അരുൺ സ്വാഭാവികമായ അഭിനയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ആദ്യാവസാനം കോമഡിക്കും ഫാന്റസിക്കും പ്രാധാന്യം കൊടുത്ത ചിത്രം ഈ ജോണറിൽ മലയാളത്തിൽ ഇറങ്ങിയ മികച്ച സിനിമകളിൽ ഒന്നാണെന്ന് കാണികൾ ഒന്നടങ്കം പറയുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂട്, ഷറഫുദ്ദീൻ തുടങ്ങിയ സീനിയർ നടന്മാരുണ്ടായിരുന്നിട്ടും അവരോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ സന്ദീപ്, അരുൺ പ്രദീപ്, ഷാഫി ബ്രോസ്, അരുൺ അജികുമാർ തുടങ്ങിയവർക്കായി. അതിൽ എടുത്തു പറയേണ്ടതാണ് അരുൺ അജികുമാറിന്റെ പെർഫോമൻസ്. നാടകവേദികളിൽ സജീവമായ അരുൺ വെള്ളിത്തിരയിലേക്ക് എത്തിയപ്പോഴും തനിക്ക് ലഭിച്ച വേഷം നല്ല വെടിപ്പായി തന്നെ ചെയ്തു വെച്ചു. തുടക്കക്കാരന്റെ യാതൊരുവിധ പതർച്ചയും ആ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല. നായകന്റെ കോമഡിക്കെല്ലാം ചിരിക്കുക, മണ്ടത്തരം പറയുക, പ്രണയത്തിന് കൂട്ടുനിൽക്കുക, നാട്ടിലെ സകല ഏടാകൂടത്തിലേക്കും നായകനെ തള്ളിയിടുക തുടങ്ങിയവയാണല്ലോ സാധാരണ നായകന്റെ കൂടെയുള്ള സുഹൃത്തുക്കളുടെ ജോലി. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നായകന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയുമാണ് പടക്കളത്തിലെ സുഹൃത്തുക്കളുടെ തൊഴിൽ. നകുലും ഇത്തരത്തിൽ തന്റെ ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്തു. കോമഡിക്ക് വേണ്ടി കോപ്രായങ്ങൾ കാണിക്കാതെ തന്നെ കാണികളെ ചിരിപ്പിക്കുവാനും അരുണിനും കൂട്ടർക്കും കഴിയുന്നുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലോകധർമ്മി നാടക ക്യാമ്പിൽ അച്ഛൻ ചേർത്തത് മുതലാണ് അരുണിന്റെ അഭിനയമോഹം ആരംഭിക്കുന്നത്. തുടർന്ന് ബാലതാരമായി റോഷൻ ആൻഡ്രൂസിന്റെ സ്കൂൾ ബസ് എന്ന ചിത്രം ഉൾപ്പെടെ ചില സിനിമകളിൽ ഭാഗമാകാനും അയാൾക്ക് കഴിഞ്ഞു. എന്നാൽ ആഗ്രഹിച്ച രീതിയിൽ ഒരു വേഷം സിനിമയിൽ ലഭിക്കാതെ വന്നതോടെ കോവിഡ് സമയത്ത് ഒരു നേരം പോക്കായാണ് ഇൻസ്റ്റഗ്രാമിൽ അരുണും സുഹൃത്തും ചേർന്ന് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന പേജ് തുടങ്ങിയത്. പുതിയ സിനിമകൾക്ക് 80കളിലെ പോസ്റ്റർ ഡിസൈനുകൾ നൽകിയും 80കളിൽ ഇറങ്ങിയ സിനിമകൾക്ക് ഇന്നത്തെ കാലത്തെ ഡിസൈനുകൾ നൽകിയും എസ്തെറ്റിക് കുഞ്ഞമ്മ ചെയ്ത പോസ്റ്ററുകൾ വളരെ വേഗം തന്നെ റീച്ച് കിട്ടി. അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയും ഇക്കൂട്ടരെ ശ്രദ്ധിച്ചു തുടങ്ങിയതിനു ശേഷം വെയിൽ എന്ന ഷെയ്ൻ നിഗത്തിന്റെ സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള അവസരം അരുണിനെയും കൂട്ടരെയും തേടിയെത്തി. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്ററുകളുടെയും തമിഴിലെയും തെലുങ്കിലെയും മികച്ച ചിത്രങ്ങളുടെയും പോസ്റ്റർ ചെയ്യാൻ എസ്തെറ്റിക് കുഞ്ഞമ്മയ്ക്ക് കഴിഞ്ഞു. ആവേശം, ഭ്രമയുഗം, മധുരം, ഡൊമിനിക്ക ആൻഡ് ദി ലേഡീസ് പേഴ്സ്, ഹിറ്റ് തുടങ്ങിയ ചിത്രങ്ങളാണ് അതിൽ ശ്രദ്ധേയം. കൂടുതൽ അധികം പോസ്റ്ററുകൾ എസ്തെറ്റിക് കുഞ്ഞമ്മയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നും കൂടുതൽ പോസ്റ്ററുകളിൽ അരുൺ അജികുമാറിന്റെ മുഖം തെളിയാൻ ഇടയാകട്ടെ എന്നുമാണ് സിനിമാ പ്രേമികൾ ആഗ്രഹിക്കുന്നത്.